ഗ്ലോബൽ മാർക്കറ്റ് വീക്കായതും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതും മൂലം ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മാർക്കറ്റിൽ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും വലിയ ഇടിവ് നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. ഇൻഡെക്സ് 0.32% ഇടിഞ്ഞ് 25,198 ക്ലോസിംഗ് നൽകി. അമേരിക്കയിൽ നിന്ന് പുറത്തു വന്ന വീക്ക് മാനുഫാക്ചറിംഗ് ഡേറ്റയോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ വീക്ക് സെൻറ്റിമെൻ്റാണ് ഇന്ന് ഇൻഡെക്സിനെ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 14 ദിവസമായി തുടർന്ന് വന്ന വിന്നിംഗ് സ്ട്രീക്കാണ് ഇന്നത്തെ നെഗറ്റീവ് ക്ലോസിംഗോട് കൂടി അവസാനിച്ചത്. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ തുടക്കത്തിലൊരു സെല്ലിംഗ് ഉണ്ടായെങ്കിലും അതിനുശേഷം സ്റ്റോക്കുകളിൽ ബോട്ടം ലെവലിൽ നിന്നുള്ള ബൈയിങ് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഡിഫെൻസീവ് സെക്ടറായ ഫാർമ, FMCG തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അതേസമയം ഏഷ്യൻ മാർക്കറ്റിൽ ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ജപ്പാൻ, സൗത്ത് കൊറിയ, തൈവാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇൻഡെക്സ് 3 മുതൽ 5% ഇടിഞ്ഞു. നിഫ്റ്റി സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകിയപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് സ്ലൈറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഇന്ന് ഡിഫെൻസീവ് സെക്ടറിലെ സ്റ്റോക്കുകളായ സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ടോപ്പ് ഗെയിനർ കാറ്റഗറിയിൽ. അതേസമയം IT സെക്ടറിലെ സ്റ്റോക്കുകളിലും മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായി. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് 2% ഇടിഞ്ഞപ്പോൾ IT സെക്ടറിലെ LTI മൈൻഡറിയും വിപ്രോയും 1 മുതൽ 3% ഇടിഞ്ഞു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അനുകൂലമായി ക്രൂഡിൻ്റെ വില ഇടിഞ്ഞെങ്കിലും പെയിൻറ്റ് സെക്ടറിലെ സ്റ്റോക്കുകൾക്കാണ് ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം കാണാൻ സാധിച്ചത്. ഒട്ടുമിക്ക പെയിൻറ്റ് സെക്ടറിലെ സ്റ്റോക്കുകളും ഇന്ന് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. PSU ബാങ്ക് ഇൻഡെക്സ് 1.7%, IT, മെറ്റൽ ഇൻഡെക്സ് തുടങ്ങിയവയിൽ സിഗ്നിഫിക്കൻ്റ് ലോസും കാണാൻ സാധിച്ചു. വരും സമയങ്ങളിൽ മാർക്കറ്റ് റിക്കവർ ആകാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഹെൽത്ത് കെയർ, ഫാർമ തുടങ്ങിയ ഇൻഡിസസുകൾ ഇന്ന് ടോപ്പ് ഗെയിനറായി മാറി. കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് ഇന്ന് 3.1% ഇടിഞ്ഞ് ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തി. നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് കോൾ ഇന്ത്യയുടെ ഡിക്ലൈനിങ് വോളിയത്തിലും കമ്പനിയുടെ ഈ ആക്ഷൻ പ്രൈസിലുണ്ടായ സോഫ്റ്റനിങ്ങിലും കൺസേൺ പ്രകടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് ഇന്ന് 3% ഇടിഞ്ഞത്. അതേസമയം ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ സ്ട്രോങ് ഗെയിൻ കാണാൻ സാധിച്ചു. ഗാർഡൻ റിച്ച് ഷിപ്ബിൽഡർ, മസഗോൺ ഡോക്ക് ഷിപ്ബിൽഡർ, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ 2 മുതൽ 7% ഉയർന്നു. റീസെൻ്റ്ലി ഗവൺമെൻറ് $1.45 ട്രില്യൺ ഡിഫൻസ് അക്വിസിഷൻ പ്രപ്പോസൽ പാസ് ചെയ്യും എന്നുള്ള കൺവിക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഒട്ടുമിക്ക ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഡിഫൻസ് സെക്ടറിലെയും ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിലെയും സ്റ്റോക്കുകളിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പെയിൻറ്റ് സെക്ടറിലെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പെയിൻറ്റ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. വീക്ക് ഗ്ലോബൽ ക്യൂസിൻ്റെ പശ്ചാത്തലത്തിലും പെയിൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇൻപുട്ട് മെറ്റീരിയലായ ക്രൂഡിൻ്റെ വിലയിലുണ്ടായ ഷാർപ്പ് ഇടിവ് തന്നെയാണ് പെയിൻറ്റ് സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചത്. ഏഷ്യൻ പെയിൻറ്റ് 3% ഉയർന്ന് 8 മാസത്തെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്തി. ബർജർ പെയിൻറ്റ് 2.6% ഉയർന്ന് 591 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. കൻസായി നരോലക് പെയിൻറ്റും നോബൽ പെയിൻറ്റും 2.5ഉം 1.1% ഉയർന്നപ്പോൾ ഷാലിമാർ പെയിൻറ്റ് 4.4% ഉയർന്നു. പെയിൻറ്റ് സെക്ടറിലെ പെയിൻറ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന റോ മെറ്റീരിയലായ ക്രൂഡിൻ്റെ വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ് പെയിൻറ്റ് കമ്പനികളുടെ പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം. ഇന്ന് ബ്രന്റ് ക്രൂഡിൻ്റെയും WTI ക്രൂഡിൻ്റെയും ഫ്യൂച്ചർ പ്രൈസ് 5% ഇടിഞ്ഞ് 9 മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്കെത്തി. ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഇമ്പോർട്ടറായ ചൈന ക്രൂഡ് ഇമ്പോർട്ട് കുറച്ചതും ലിബിയയിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചില ഡിസ്റപ്ഷൻസിൻ്റെയും പശ്ചാത്തലത്തിലാണ് ക്രൂഡിൻ്റെ വിലയിൽ ഇടിവ് വന്നത്. കൂടാതെ ചൊവ്വാഴ്ച പുറത്തു വന്ന US എക്കോണമിക് ഡേറ്റ സൂചിപ്പിക്കുന്നത് റിസഷനുമായി ബന്ധപ്പെട്ട ആശങ്കയും മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൻ്റെ പെർഫോമൻസ് മോശമായത് ക്രൂഡിൻ്റെ ഇമ്പോർട്ട് കുറച്ചേക്കും എന്നുള്ളൊരാശങ്കയും ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന പങ്കുവഹിച്ചു.
കൂടാതെ ലിബിയയിൽ നിന്നും 5 ലക്ഷം ബാരൽ പെർ ഡേ എന്ന റേറ്റിലുള്ള പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. ഒപെക് കമ്പനികളും വരുന്ന ആഴ്ച പ്രൊഡക്ഷൻ റാമ്പ് ചെയ്യാൻ പോവുകയാണ്. അതേസമയം ചൈന പോലുള്ള ഉയർന്ന എക്കണോമിക് ഗ്രോത്ത് കാഴ്ചവെക്കുന്ന രാജ്യങ്ങളുടെ PMI ഇൻഡെക്സ് മോശമായതിനെ തുടർന്ന് ഈ രാജ്യങ്ങൾ ക്രൂഡ് ഇമ്പോർട്ട് കുറയ്ക്കുകയാണ്. ഇവിടെ ഡിമാൻഡ് കുറഞ്ഞതും സപ്ലൈ കൂടിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതും പെയിൻറ് സെക്ടറിലെ കമ്പനികൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും. ചൈനയുടെ PMI ഡേറ്റ 52.1% നിന്നും 51.6% ഇടിഞ്ഞത് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ തണുപ്പിനെ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റ് കൂൾ ഓഫ് ആകുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ വരുന്ന ആഴ്ച, അതായത് ഫ്രൈഡേ വരാൻ പോകുന്ന അമേരിക്കയുടെ ജോബ് ഓപ്പണിംഗ് ഡേറ്റയും ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും വരുന്ന ആഴ്ച ക്രൂഡിൻ്റെ വില നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും. ഇനി പെയിൻറ് സെക്ടറിൽ നമ്മൾക്ക് മികച്ച ഓപ്പർച്യൂണിറ്റി കാണുന്ന 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഏഷ്യൻ പെയിൻറ്. ഏഷ്യൻ പെയിൻറ് എന്ന സ്റ്റോക്കിൽ ഇന്ന് 3200 രൂപയ്ക്ക് അടുത്ത് ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. ഇവിടെ നിന്നും സ്റ്റോക്ക് 3300, 3400, 3600 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ് എന്ന സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരാനും ഇവിടെ നിന്ന് സ്റ്റോക്ക് ഫർദർ ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 3000 സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കും. ഓപ്പർച്യൂണിറ്റി കാണുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് ബർജർ പെയിൻ്റ് ആണ്. ബർജർ പെയിൻ്റ് എന്ന സ്റ്റോക്കും ബ്രേക്കൗട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 580 എന്ന ലെവലിനടുത്ത് ബ്രേക്കൗട്ട് വന്നതോടുകൂടി വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിൽ ബ്രേക്കൗട്ട് കൺഫേം ആയിട്ടുണ്ട്. ഉടൻ തന്നെ 600 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ മന്ത്ലി ക്യാൻഡിൽ പാറ്റേണിലും ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും 620, 675, 700 പോലുള്ള ടാർഗറ്റാണ് ബർജർ പെയിൻ്റ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്